തക്കളി മോനെ ഡാഡീനെ കണ്ടോ? ഇതെവിടെ പോയി? ക്ലീറ്റോ അവിടെ നോക്കിയടി. എവിടെ പോയി ക്ലീറ്റോ? ചായ എടുക്കണ തക്കത്തിന്. അതെ, ഒരു വാക്ക് പറഞ്ഞാല് അത് പാലിക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ അത് ഏക്കാവൂ. ചായ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇടാനുള്ള സമയം തരണം വാക്ക് പാലിക്കാനായിട്ട്. അതിന് മുമ്പ് ഇറങ്ങി ഓടി ഞാൻ എങ്ങനെ പാലിക്കും? ചായയുടെ കാര്യം ആര് പറഞ്ഞു? പിന്നെ എന്താ പറഞ്ഞത്? ഞാനിവിടെ ഓരോ പ്രമുഖന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക. എന്ത് മെമ്പർ ആവണ പണി വളരെ എളുപ്പമെന്നാണ് അവന്റെ വിചാരം. എനിക്കറിയാം ഇത് ഇങ്ങനെയൊക്കെ തന്നെ വരുമെന്ന്. അങ്ങ് വാഗ്ദാനങ്ങൾ വാരി അങ്ങ് കൊടുക്കുമ്പോൾ ഒരു ഇത് ഉളുപ്പമില്ല. ആൾക്കാർ കയറി ഇറങ്ങും, ഇവിടെ കയറി ഇറങ്ങും ആൾക്കാർ. എന്താ പ്രശ്നം? എന്താ? നിന്റെ കമ്പിളിക്കുട്ടനില്ലേ, കമ്പിളിക്കുട്ടൻ ഒരുത്തൻ വന്ന് രാവിലെ ഇവിടെ വെള്ളം ഉണ്ടാക്കിയിട്ട് പോയി. അയ്യോ, എന്തിന്? അവൻ പോയി. അവന്റെ അമ്മയ്ക്ക് എങ്ങാണ്ടോ വീൽ ചെയർ കൊടുക്കാന്ന് പറഞ്ഞോ. 6 മാസം മുമ്പ് പഞ്ചായത്തിൽ നിന്ന് വലിയ വീമ്പളക്കി 5 രോഗികൾക്ക് ഞങ്ങൾ വീൽ ചെയർ കൊടുക്കുന്നു, കിടപ്പ് രോഗികൾക്ക്. മാസം 6 ആയി. ഇതുവരെ ഒന്നും കൊടുത്തില്ല. അങ്ങനെ ഒരുത്തൻ ഇവിടെ വന്ന് വെള്ളം ഉണ്ടാക്കിയിട്ട് പോയി. അവൻ പറഞ്ഞിട്ട് പോയി ഇനി ഇവിടെ പ്രശ്നം, ഇനി എന്താണ് ചെയ്യണമെന്ന് അവന് കാണിച്ചു തരാന്ന്. പിന്നെ അമ്പിളിച്ചേട്ടൻ ഇപ്പൊ കൊടുത്തു കളയും. എടി ഇതൊക്കെ നിസ്സാര കാര്യങ്ങളൊന്നുമല്ല. ഇതൊന്നും അവന്റെ കയ്യിലൂടെ പോണ കാര്യങ്ങളല്ല. ഇനി MLA മന്ത്രി തലത്തിൽ പിന്നെ അവര് കൂടി അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആയിട്ട് അമ്പിളിക്കൊണ്ട് ഞാൻ ബന്ധമുണ്ട്. ഇലക്ഷൻ കഴിഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തില്ലേ? അപ്പൊ പിന്നെന്താ? ഭയങ്കര ചെയ്തായിരുന്നു. എന്താ ഇവിടെ മല മറിച്ചോടി അവൻ? മല മറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ റോഡ് ശരിയാക്കിയോ? റോഡ് ശരിയാക്കി 2 ദിവസം കഴിഞ്ഞപ്പോ കുഴി ആയില്ലേ വീണ്ടും? ആയോ എന്താ? നിങ്ങളെ പോലെയുള്ള ആൾക്കാർ ഭൂമി കൂടി നടക്കണോണ്ടാ. അതിനൊക്കെ ഞങ്ങളെ പാർട്ടിക്കാർ വാഗ്ദാനം കൊടുത്താലേ അത് പാലിക്കാൻ പഠിക്കണം. ഞങ്ങൾ എന്താ പാലിക്കാതിരുന്നിട്ടുള്ളത്? എന്തെങ്കിലും വാഗ്ദാനം കൊടുത്തിട്ടുണ്ടെങ്കിലേ പാലിക്കേണ്ട കാര്യമുള്ളൂ. കൊടുത്തില്ല എന്നിട്ട് താരാ പറഞ്ഞ? ഞങ്ങള് അരി കൊടുത്തു, തുണി കൊടുത്തു. തുണി കൊടുത്ത്, അരി കൊടുത്തത് എല്ലാവരും കൊടുക്കുന്നുണ്ട് റേഷൻ കട വഴി. തുണി കൊടുത്തു നിങ്ങൾ പാർട്ടിക്കാർക്ക് പൊന്നാട അണിയിച്ചത്. നീ എന്തായാലും പറയുമ്പോ ഈ ഞഞ്ഞാമിഞ്ഞ പറയരുത് കേട്ടോ. ക്ലീറ്റോ അല്ലേ ക്ലീറ്റോ ഞഞ്ഞാമിഞ്ഞ പറയണത്? ഞാനാണോ? അല്ല ഇതെന്തായാലും പിന്നെ ഒരു കാര്യം പറയാം. ഇങ്ങനെ ആൾക്കാർ ഇവിടെ കയറി ഇറങ്ങുന്നത് എനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. അവനോട് അവന്റെ ഭാര്യയോട് നീ ഒന്ന് പറഞ്ഞു വിലക്ക്. ഞാൻ സംസാരിച്ച് ചിലപ്പോൾ ശരിയായില്ലെന്ന് വരും. നമുക്ക് ഇവിടെ ഇറക്കി വിട്ടാലോ? കളിയാക്കല്ലേ? അല്ല, അതിപ്പോ ഞാനായിട്ട് ഇറക്കി വിടണ്ട. നാട്ടുകാരെല്ലാരും കൂടെ ഇങ്ങനെ വാഗ്ദാനങ്ങൾ പാലിക്കാതെ വരുമ്പോ എല്ലാവരും കൂടെ പൊക്കി എടുത്തവനങ്ങ് വെളിയിൽ കളയും. ഈ വാഗ്ദാനം പാലിക്കേണ്ടതല്ലേ? പിന്നെ ഉറപ്പായിട്ടും അതിന് കെൽപ്പുള്ളവരെ അത് കൊടുക്കാവൂ. ആണല്ലേ? കൊറേ നാളുകൊണ്ട് ഡാഡി എനിക്കൊരു വാഗ്ദാനം തന്നുണ്ട്. എന്തോന്ന്? ഐസ്ക്രീം വാങ്ങിച്ചതാന്ന്. ഐസ്ക്രീം ഒക്കെ അത് വെറും അലിഞ്ഞു പോണ സാധനമല്ലേ? അത് വാഗ്ദാനത്തിൽ പെടില്ല. ഐസ്ക്രീം എന്ന് പറഞ്ഞ സാധനം വാഗ്ദാനത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട് ഗവൺമെന്റ്. നിനക്ക് ഡാഡി ഐസ്ക്രീം ഒന്നുമല്ല, ഒരു നല്ലൊരു വള, സ്വർണ്ണ വള മേടിച്ചു. വേണ്ട ഡാഡി, വേണ്ട വേണ്ട. അങ്ങനെ പാലിക്കപ്പെടാത്ത ഒരു വാഗ്ദാനം. ചായ കുടി. പക്ഷേ ഇത് ഞാനേ ഇതിൽ പിടിച്ചങ്ങ് കയറും. എന്തായാലും ഇത് അങ്ങനെ അങ്ങ് വിടാൻ തീരുമാനിച്ചു. നല്ലൊരു സമര പരിപാടിയായിട്ട് ഞാൻ ഇറങ്ങാൻ തീരുമാനിച്ചിരിക്കും. 4-3-7 ആൾക്കാരല്ലേ സമര പരിപാടി? മതിയടി, ഒരെണ്ണം മതി. എന്നെ പോലെ ഒരെണ്ണം മതി. നല്ലത്. ഭർത്താവ് ഇത്ര വലിയവനാണെന്ന് ഞാൻ കരുതി. അല്ല, ഈ വീൽ ചെയറിന്റെ ഇഷ്യൂ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ രാവിലെ വീട്ടിലൊരുത്തം വരികയും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുമായിരുന്നോ? പിന്നെ ഇടേ ഇവൻ 6 പേർക്ക് അല്ല 5 പേർക്ക് എങ്ങോട്ടാ വീൽ ചെയർ കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഇതുവരെ കൊടുത്തിട്ടില്ല. ഇതൊന്നും നടപ്പുള്ള കാര്യമല്ലെന്ന് എനിക്കറിയാം. ചാടി വീണങ്ങ് പറയും ഒരാവശ്യത്തിൽ ആൾക്കാർ കൂടുമ്പോൾ. അതെ, ഇതിപ്പോ ഇതിനെതിരെ ശക്തമായിട്ടൊരു പ്രതിഷേധം ഉണ്ടാക്കിയാൽ നമുക്കത് ഗുണം ചെയ്യും. പക്ഷെ നീ എന്താ ഉദ്ദേശിക്കുന്നത്? അല്ല, ഞാനിപ്പോ മനസ്സിൽ കണ്ടെങ്കിൽ ഇന്ന് രാവിലെ പ്രശ്നം ഉണ്ടാക്കാൻ വന്നില്ലേ, അവൻ ആളിച്ചിരി കുഴപ്പക്കാരനാണ്. അവനെ കാണുമ്പോൾ തന്നെ അറിയാം. സുഖമല്ല, അവന്റെ പേര് സുഭാഷ്. അപ്പൊ അവനെയും കൂടെ കൂട്ടുപിടിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള 4 ആൾക്കാരുണ്ടല്ലോ, അവരെ കുടുംബക്കാരെല്ലാരെയും കൂടെ കൊണ്ടുവന്ന് നേരെ ഇവന്റെ വീട്ടിന്റെ ഫ്രണ്ട് കുത്തിയിരിപ്പ് നടത്തി ഒരു സത്യാഗ്രഹം. ഇത് ഫോട്ടോ എടുത്ത് കനകൻ അയച്ചു കൊടുക്കണം. ഇതൊക്കെ അറിയുമ്പോൾ കനക എന്ത് ചെയ്യും? ഇവനെ വീട്ടിൽ നിന്ന് വെളിയിലാക്കും. പിന്നെ ഇവനെ ഈ പഞ്ചായത്തിൽ നിന്നും വാർഡിൽ നിന്നും ഒക്കെ ഇവനെ പുറത്താക്കും. അപ്പൊ അത് നമുക്കൊരു നല്ല ഐഡിയ ആണ്. പക്ഷെ അളിയാ, അതത്ര അങ്ങോട്ട് പ്രയോജനം ചെയ്യത്തില്ല. എന്താ? കാരണം ഈ അമ്പിളിക്കൂട്ട ആള് വേന്ദ്രനാണ്. അപ്പൊ അവന്മാരെ സ്വാധീനിക്കും. അവന്മാരെ സ്വാധീനിച്ച് അതൊക്കെ അങ്ങ് ഒഴിവാകും. അളിയ റിസ്ക് എടുക്കാൻ തയ്യാറാണോ? സമരം വിജയിക്കാൻ വേണ്ടി ഞാൻ എന്ത് റിസ്ക് വേണേലും എടുക്കാം. പിന്നെ അളിയ,
ഇങ്ങനെയുള്ള സമരങ്ങൾ ഇപ്പോൾ ഈ തുക്കട പരിപാടി കൊണ്ടൊന്നും വിജയിക്കില്ല. ഇങ്ങനെയൊക്കെയുള്ള ചില ഗിമ്മിക്സുകൾ നമ്മൾ പ്രയോഗിക്കണം, എങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള സമരങ്ങൾ വിജയിക്കൂ. നീ കാര്യം പറ. എന്ത്? എൻ്റെ പൊന്നളിയ ആത്മഹത്യാ ഭീഷണി. ആര്? ക്ലീറ്റസ്. എന്തിനിപ്പോ ആത്മഹത്യ ചെയ്യണത്? എങ്ങനെ ചെയ്യണം ആത്മഹത്യ? നീ ജീവിച്ചിരുന്നിട്ടേ പ്രയോജനമല്ല, പിന്നെയാണ് നീ ആത്മഹത്യ ചെയ്യുന്നത്. നീ ഒന്ന് മിണ്ടാതെ നിൽക്കുമോ? എൻ്റെ പൊന്നളിയ അളിയെ നിർത്തി ഒരു കാര്യം പറയാം. അതായത് 10 ആൾ കൂടുന്നിട്ട് അളിയെ ചെല്ലുക, ഏതെങ്കിലും ബിൽഡിങ്ങിൻ്റെ മേളിലോ 10 ആളുണ്ടാവണം, ഏതെങ്കിലും മരത്തിൻ്റെ മണ്ടയിലോ കയറുക, വലിഞ്ഞ് കയറുക. ഈ കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാകാതെ ഞാൻ ഇവിടുന്ന് ഇറങ്ങൂല എന്ന് പറയണം. ആത്മഹത്യാ ഭീഷണി മുഴക്കണം. ഞങ്ങളൊക്കെ താഴെ ഉണ്ടാവും. ചാടി ചാവെന്ന് പറഞ്ഞ ഭീഷണി. ചാടി ചാവൂന്ന് പറഞ്ഞ അളിയും ഭീഷണി മുഴക്കണം. അപ്പോഴത്തേക്ക് ഇതിനൊരു തീരുമാനം ഉണ്ടാവും. വാർത്തയിലൊക്കെ വലിയ പ്രാധാന്യം. പിന്നെ പത്രക്കാരൊക്കെ കൂടൂലേ? നമുക്ക് സെക്രട്ടറിന് മണ്ടേ ചാടിക്കാലോ. അങ്ങനെ ചെന്നാ മതി. പോലീസുകാരന്മാർ തോക്കെടുത്ത് തന്നെ വെടിവെച്ചിടും. എടേ നീ ഒരു കാര്യം ചെയ്യും, ഞങ്ങൾ സംസാരിച്ച് തീർന്നവരെ നീ അതും കൂടി കുറച്ചേരം മിണ്ടാണ്ടിരിക്കും. അതോടെ കൊടു. ഒന്നും മിണ്ടാണ്ട് വാ തുറക്കല്ലേ. എപ്പിടുന്നിടേ ഇത്. അപ്പൊ ആ ഐഡിയ കൊള്ളാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആത്മഹത്യാ ഭീഷണി. എന്ത്? അതല്ല, പൈസ ഇടും ഇവിടെ കൊടുക്കാനേ. വാങ്ങിച്ചു തരാന്നല്ലേ പറഞ്ഞു. അപ്പൊ അത് സമരം വിജയിച്ച് കഴിയട്ടെ. ഇടറേ വെറുതെ രാവിലെ. അതൊന്നും വേണ്ട, ഞാൻ കൊടുത്തോളാം. കൊടുത്തരാം. ഒന്നുമില്ല, നമുക്ക് ചെലവൊക്കെ ഞാൻ ചെയ്യാം. അതൊന്നും വേണ്ട, നിന്റെ സമരം വിജയിച്ച് കണ്ടാൽ മതി. അപ്പൊ ഈ ആത്മഹത്യ ഭീഷണി കൊണ്ട് അമ്പിളിക്കുട്ടന്റെ കാര്യം ഒരു തീരുമാനമാവും. ഭയങ്കര പൊടിയോ മിന്റെ. കുളിച്ചിട്ട് വരാവേ. ഹലോ, ആരാ? എവിടെ? Alien versus Alien.